നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെറ്റിങ്സ് ഒരുപാട് ആളുകൾ പല വീഡിയോയ്ക്കകത്ത് ചോദിക്കുന്നതാണ്. ആ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെറ്റിങ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എൻ്റെ മൊബൈൽ ഫോണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോക്കകത്ത് പരിശോധിക്കുന്നത് നമ്മളുടെ മൊബൈൽ ഫോണിൽ ലോക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ ലോക്കിലാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മുടെ നെറ്റ് ഓൺ ചെയ്യാനും ഇൻ്റർനെറ്റ് ഓഫ് ചെയ്യാനും സാധിക്കും. അതുപോലെ ബ്ലൂടൂത്ത്, വൈഫൈ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പം ചില ആളുകൾക്ക് ചോദിക്കാറുണ്ട്, നമ്മുടെ മൊബൈൽ ഫോൺ ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ ബാർ കൂടെ ലോക്ക് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നോക്കാം. മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് കാണും. ചില മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ മാത്രമായിരിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമുക്ക് മുകളിൽ ലോക്ക് സ്ക്രീൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണും, ഇത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സ്വൈപ്പ് ഡൗൺ ഓൺ ലോക്ക് സ്ക്രീൻ ടു വ്യൂ നോട്ടിഫിക്കേഷൻ ഡ്രോവർ എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് പല മൊബൈലിലും വ്യത്യസ്ത സ്ഥലങ്ങളിലായിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഇതേ പേരിലൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഈ ഭാഗം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഓൺ ആയിരിക്കും, ഇത് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നാൽ നിങ്ങളുടെ ലോക്ക് സ്ക്രീനിൽ വെച്ച് ഇൻ്റർനെറ്റ് ഓൺ ചെയ്യാനോ ഓഫ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ നോട്ടിഫിക്കേഷൻ ബാർ വലിക്കാനോ ഒന്നും സാധിക്കില്ല. MI മൊബൈൽ ഫോണിൽ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നോട്ടിഫിക്കേഷൻ ബാർ ഓപ്പൺ ചെയ്ത ശേഷം താഴെ ഭാഗത്ത് ആ ഒരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അവിടെ നിങ്ങൾക്ക് അത് ഓഫ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.